റഫ അതിർത്തി ഇസ്രായേൽ നിയന്ത്രണത്തിനായതിനു പിന്നാലെ ട്രക്കുകൾ കടത്തിവിടാത്തത് ഗസയെ കൊടും പട്ടിണിയിലാഴ്ത്തുന്നു. ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫയുടെ ഫലസ്തീൻ ഭാഗം മെയ് 6-നാണ് ഇസ്രായേൽ സൈന്യം നിയന്ത്രണത്തിലാക്കിയത്. കഴിഞ്ഞ 9 ദിവസത്തിനിടെ കറം അബു സാലിം അതിർത്തി വഴി ഭക്ഷണം കയറ്റിയ 6 ട്രക്കുകൾ മാത്രമാണ് കടത്തിവിട്ടതെന്ന് UN അഭയാർത്ഥി ഏജൻസി വക്താവ് ജൂലിയറ്റ് ടൂമ പറഞ്ഞു. ഭക്ഷണം, ഇന്ധനം, അവശ്യവസ്തുക്കൾ എന്നിവ എത്തിക്കാൻ പ്രതിദിനം 500 ട്രക്കുകൾ എത്തണമെന്നാണ് UN കണക്ക്. ഭക്ഷണം മാത്രമല്ല, കുടിവെള്ളവും ഇന്ധനവും കുറഞ്ഞത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഭക്ഷ്യക്ഷാമം നേരത്തെ പിടിമുറുക്കിയ വടക്കൻ ഗസയ്ക്ക് പിന്നാലെ ദക്ഷിണ മധ്യ മേഖലകളിലും ദിവസങ്ങൾക്കുള്ള ഭക്ഷണം പോലും സ്റ്റോക്കില്ലെന്നാണ് മുന്നറിയിപ്പ്. 13 ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിക്കഴിയുന്ന റഫേൽ ആഗോള മുന്നറിയിപ്പുകൾ അവഗണിച്ച് കുടിയൊഴിപ്പിക്കൽ ഇസ്രായേൽ തകൃതിയാക്കിയതോടെ ദിവസങ്ങൾക്കിടെ 5 ലക്ഷം ഫലസ്തീനികൾ നാടുവിട്ടിട്ടുണ്ട്.